ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനൂസ് കിച്ചന്റെ ഒരു അടിപൊളി പ്രൊമോ ആണ് വന്നേക്കുന്നത്. മീനു ഏണിയിൽ കയറി നിന്ന് മുകളിലേക്ക് നോക്കി എന്തോ ചെയ്യുവാണ്. ഈ സമയം താഴെ നിന്ന് സൂരജ് മീനു എന്ന് വിളിക്കും. പെട്ടെന്ന് നോക്കുന്ന മീനുവിന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ പോവും. എന്നാൽ സൂരജ് വേഗം തന്നെ അവളെ താഴോട്ട് വീഴാതെ താങ്ങി പിടിക്കും. സുമതി അമ്മാമ്മയോട് ചിന്താമണി സൂരജും തമ്മിലുള്ള കല്യാണക്കാര്യം പറയുന്നുണ്ട്. അമ്മാമ്മ പറയും കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തോട്ട് ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം സുമതി എന്തൊക്കെയോ ആലോചനയിലാണ്. പിന്നീട് പാർവതി മീനുവിന്റെ കല്യാണക്കാരെ ആരോടോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് കേട്ടോണ്ട് മീനു വാതിക്ക് നിപ്പുണ്ടായിരുന്നു. മീനു അമ്മയോട് പറയും, എന്റെ കല്യാണക്കാര്യത്തെ പറ്റി ഈ അടുത്ത കാലത്തൊന്നും ചിന്തിക്കേണ്ടെന്ന് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ മോളെ? ഉണ്ടെങ്കിൽ നീ അത് തുറന്ന് പറ. പാർവതി പറയുന്നുണ്ട്. പക്ഷെ മീനുവിന്റെ മനസ്സിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ചൊരു ഉത്തരം കിട്ടുന്നില്ല. എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സുമതി കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചിന്താമണിയോട് എന്ന് സുമതി പറയും, മീനുവിന്റെ മനസ്സിൽ ഒരു ഭാവി വരനുണ്ട്, അത് സൂരജ് തന്നെയാണ്. പ്രൊമോ അവസാനിക്കുമ്പോഴും കാണിക്കുന്നത് സൂരജ് മീനുവിനെ താങ്ങി നിർത്തുന്ന ആ സീനാണ്. അതിൽ സൂരജ് മീനുവിനെ പ്രണയപൂർവ്വം നോക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൈക്കൂലി കേസിന്റെ കാര്യം മീനു ശിവരഞ്ജനോട് ചെന്ന് പറഞ്ഞത് എന്താണേലും നന്നായി. അതുകൊണ്ട് തന്നെ നിരുപമയ്ക്ക് നല്ല ശിക്ഷയും കിട്ടി. ഇതിനിരട്ടി മീനുവിന് കൊടുക്കാൻ നിരുപമയും കൂട്ടരും കാത്തിരിക്കുവാണ്. ശിവരഞ്ജനിക്ക് ഇപ്പോഴും മനസ്സിൽ മീനുവിനോട് എവിടെയോ ഒരു സ്ഥാനവും സ്നേഹവും എല്ലാം ഉണ്ട്. അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ വേഗം തീരുമെന്ന് തന്നെയാണ് വിശ്വാസം.